നമസ്കാരം. ഞാൻ ചിറക്കര മധു. സമുദ്ര വിഷൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത വിജയം ആത്മീയതയിലൂടെ എന്ന പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം സംസാരിക്കാനായുള്ളത് ബഹുമാന്യനായ ശ്രീ അനിൽ സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. സ്വാഗതം സാർ. നമസ്കാരം സാർ, നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ആത്മീയതയെക്കുറിച്ച് ചർച്ച ചെയ്തത് ഈശ്വരനെക്കുറിച്ചും തുടർന്ന് ജീവനെക്കുറിച്ചുമാണ്. അതെ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് കർമ്മം ചെയ്യുക, കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകും, ഈശ്വരൻ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ഫലം തരും എന്ന് വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സാറ് പറഞ്ഞ പ്രകാരം കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലമുണ്ടെന്നുള്ളത് ശരിയാണ്. അത് പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുണ്യകർമ്മം കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനിൽ പുണ്യം നിറഞ്ഞിട്ട് ആ പുണ്യമാണ് ഭാഗ്യമായിട്ട് എല്ലാ ജീവനിലും വരുന്നത്. അത് ഈ പുണ്യം തരാൻ ദൈവത്തിനല്ലാതെ വേറൊരു ശക്തിക്കും ഇത് നമുക്ക് ചെയ്തു തരാനൊക്കത്തില്ല. അപ്പം നിങ്ങളുടെ ഇതിൻ്റെ എല്ലാം ആധാരം എന്ന് പറയുന്നത് കർമ്മമാണ്. ഇപ്പം നിങ്ങൾ ഒരു കർമ്മം ചെയ്തിട്ട് എനിക്കിപ്പോൾ ഉടനെ അതിൻ്റെ ഫലം കിട്ടുമെന്നും പറഞ്ഞിരുന്നാൽ അങ്ങനെ വരില്ല. ദൈവം ഇതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് അനുസരണമായ ഫലങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിനൊരു മാറ്റവുമില്ല. അതിന് ചിലപ്പോൾ ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ അവരെ റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ജീവൻ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപായിട്ട് അവർ ഈ കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കുകയും ചെയ്യും. ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയും ഈ കർമാനുസരണമായിട്ടാണ് ഈ ജീവന് കിട്ടുന്ന സ്ഥാനവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്തു തന്നെ മുമ്പോട്ട് പോവുക, അതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് കിട്ടും. വരുന്ന തലമുറകൾക്കും ഒരുപക്ഷെ അനുഭവിക്കാൻ കിട്ടിയേക്കും എന്ന് കരുതാം. വരുന്ന തലമുറകൾക്കും മുന്നോട്ടുള്ള എല്ലാ തലമുറകൾക്കും. കാര്യം ഇത് മനുഷ്യനെല്ലാം ജനിച്ചു വരുന്ന ഒരു ഗോത്രത്തിലാണ്. ഈ നമ്മളെല്ലാം ജനിച്ച് മരിക്കുന്ന ഇതേ ഗോത്രത്തിൽ തന്നെയാണ്. എന്ന് വരെ ഭൂമിയിൽ ജന്മം എടുത്തു വരുന്നു അന്ന് വരെയും ഈ ഗോത്രത്തിൽ തന്നെയാണ് ഇവരെല്ലാം ജനിച്ചു വരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഈ കർമ്മത്തിൻ്റെ പുണ്യഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ സാർ. അപ്പം എനിക്ക് ഇന്ന് സാറിനോട് ചോദിക്കാനുള്ളത് പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ മതങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരോരോരുത്തരും വ്യത്യസ്തമായ തരത്തിലാണ് ഈശ്വരനെ, ദൈവത്തെ കാണുന്നത്. അപ്പോൾ പലർക്കും അവരുടെ ഈശ്വരനാണ് പ്രധാനി, മറ്റുള്ളവരെ അവർ മാനിക്കാത്തൊരു സ്ഥിതിവിശേഷമൊക്കെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. വളരെ ആഴത്തിൽ മറുപടി പറയേണ്ട ഒരു സബ്ജക്റ്റുമാണ് സാർ ഈ പറയുന്നത്. അതിന് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത് പരബ്രഹ്മത്തിനെ വിളിക്കുക എന്നുള്ളതാണ്. ആദ്യം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പരബ്രഹ്മം ആരാണ്, ദൈവം ആരാണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ എല്ലാ മതങ്ങളും വിളിക്കുന്നത് പരബ്രഹ്മത്തെയാണ്. കാര്യം ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. പരബ്രഹ്മം അല്ലെങ്കിൽ സനാതനധർമ്മം, ഈ പരബ്രഹ്മത്തിൻ്റെ ധർമ്മമാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മം നടന്നു വന്നുകൊണ്ടിരിക്കലേ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് മനുക്കളാണ്. മനുക്കളാണ് സനാതനധർമ്മം നടത്തുന്നത്. ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും നിർഗുണ പരബ്രഹ്മം എന്നേ നമ്മൾ പറയാറുള്ളൂ. കാര്യം പരബ്രഹ്മം കർമ്മം ചെയ്യാറില്ല. പരബ്രഹ്മം എപ്പോഴും അഡ്വൈസ് കൊടുക്കത്തേ ഉള്ളൂ. ആ പരബ്രഹ്മത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ച് ഈ കർമ്മം ചെയ്യുന്നത് മനുക്കളാണ്. ഈ മനുക്കൾക്കൊരു തെറ്റ് പറ്റുകയാണ്. കാര്യം എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അഹം ബ്രഹ്മാസ്മി. അങ്ങനെയാണ് ഈ തെറ്റ് വരുന്നത്. ആ തെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പരബ്രഹ്മത്തിൽ നിന്ന് ശാപം വീണിട്ട് മനുക്കളെ ടെമ്പററി ആയിട്ട് മാറ്റി നിർത്തുകയാണ് പരബ്രഹ്മം. ആ മനുക്കളുടെ കർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പരബ്രഹ്മം കൊണ്ടുവരുന്ന ദൂതന്മാരാണ് ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹിന്ദു ധർമ്മം വരുന്നത്. അപ്പോഴും മാറ്റമൊന്നുമില്ല. ആരാധിക്കുന്ന പരബ്രഹ്മത്തിനെയാണ്. പരബ്രഹ്മത്തിന് നമുക്ക് ഡയറക്റ്റ് ആരാധിക്കാനോ ഡയറക്റ്റ് അതിൻ്റെ ചിട്ടകൾ മനസ്സിലാകാത്തത് കൊണ്ട് പരബ്രഹ്മം ഈ ദൂത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ത്രിമൂർത്തികളെ അയക്കുന്നത്. ആ ത്രിമൂർത്തികളുടെ ധർമ്മമാണ് ഹിന്ദു ധർമ്മം. ഹിന്ദുമതം അവസാനിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു വരവാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് ഇന്ന് വന്നിരിക്കുന്ന ഈ പുണ്യാത്മാക്കളുടെ എല്ലാം ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് വന്നിരിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നാണ്. ഈ പ്രവാചക തലം കഴിഞ്ഞിട്ട് ഈശ്വരതലം മുകളിലാണ്. തീർച്ചയായിട്ടും ഈശ്വരതലം കഴിഞ്ഞിട്ട് അതിന് മുകളിലാണ് ദൈവമണ്ഡലം.
ഈ ദൈവമണ്ഡലം കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണ്ഡലങ്ങളേ ഉള്ളൂ പരബ്രഹ്മത്തിലെത്താൻ. ബ്രഹ്മമണ്ഡലവും പരബ്രഹ്മമണ്ഡലവും ഉള്ളു. ഈ ബ്രഹ്മമണ്ഡലത്തിനും പരബ്രഹ്മമണ്ഡലത്തിനും താഴെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് വന്നത്. പക്ഷെ ശ്രീകൃഷ്ണ പരമാത്മാവ് വന്നത് ദേവന്റെ കാലം പുഷ്ടിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞത് അന്നത്തെ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വരികയും ഈ ദേവീദേവന്മാര് മാക്സിമം ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതാണ് സാറേ ഇവിടെ നോക്കിക്കോളൂ, ഈ ദേവാരാധന നടത്തിക്കൊണ്ട് പോയിരുന്ന ഈ കൗരവരും അന്നുണ്ടായിരുന്ന ജനങ്ങളും ശ്രീകൃഷ്ണന്റെ ഒരു വാക്കുപോലും എടുക്കാൻ അവർക്ക് കഴിയാതെ പോയി. അതെന്താണ്? ഭാഗ്യമില്ല. കാര്യം അവർക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് ആരാണെന്ന്. അദ്ദേഹത്തിന് മഹത്വം അറിയുന്നില്ല. അർജുനൻ പോലും ആ യുദ്ധസമയത്ത് ആ യുദ്ധസന്നിധിയിൽ അവിടെ വെച്ചാണ് യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയുന്നത്. അത് കാണിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഞാൻ ആരാണെന്ന് നീ എന്നെ നോക്കാൻ പറഞ്ഞു. കാര്യം അർജുനൻ പറയുന്നത്, ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനന് കേൾക്കാൻ പറ്റാതെ വരുന്നു. വയ്യാതെ വന്നപ്പോഴാണ് പറഞ്ഞത് നീ നോക്കൂ ഞാൻ ആരാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. കാരണം ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണണമെങ്കിൽ ഒരാത്മീയമായിട്ട് അത്രയും ഉന്നതമായ ഒരു തലത്തിലെത്തിയ ഒരു ജീവനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് പറഞ്ഞ് ഞാൻ നിനക്ക് എൻ്റെ കണ്ണ് തരാം, നീ എൻ്റെ കണ്ണിൽ കൂടെ എന്നെ നോക്കൂ, അപ്പം നിനക്ക് അറിയാനൊക്കെ ഞാൻ ആരാണ്. അപ്പോഴാണ് വിശ്വരൂപം യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ആരാണെന്നുള്ളത് അർജുനന് പോലും അറിയാൻ പറ്റുന്നത്. അപ്പം അതിന് താഴോട്ടുള്ള ഈ ജനങ്ങളുടെ കാര്യം സാറ് ചിന്തിച്ചു നോക്കിയാൽ. അപ്പൊ സാറ് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും എല്ലാ പ്രയോഗങ്ങളും ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെങ്ങനെ മറ്റു മതങ്ങളുമായി ബന്ധപ്പെടുത്താൻ പറ്റും? നല്ലൊരു കാര്യമാണ്. ഈ ഹിന്ദു ധർമ്മം നടപ്പിലായിട്ട് ഏതാണ്ട് 10,87,00,000-ത്തിലധികം മനുഷ്യവർഷത്തിന് മുമ്പാണ് ഈ ഹിന്ദുമതം പരബ്രഹ്മം അവതരിപ്പിക്കുന്നത്. ഈ ഹിന്ദുമതം അവതരിപ്പിച്ചിട്ട് അവരുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ആ ലക്ഷ്യം ഈ ജനങ്ങളെ, ഈ വഴിതെറ്റി കിടക്കുന്ന ജനങ്ങളെ നേർവഴി നയിച്ച് ഹിന്ദുമതത്തിൽ കൂടെ പരബ്രഹ്മത്തിലെത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശലക്ഷ്യം. ആ ഉദ്ദേശലക്ഷ്യം സഫലമാവാതിരുന്നപ്പോഴാണ് പരബ്രഹ്മം പിന്നീട് വന്നിട്ട് ഈ ബുദ്ധമതത്തെ അയക്കുന്നത്. അപ്പോൾ ഇവരെ മാറ്റുകയാണ്. ഹിന്ദുമതത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിയിട്ട് പരബ്രഹ്മത്തിനെ മാറ്റുന്നില്ല, പരബ്രഹ്മത്തിനെ അപ്പോഴും മാറ്റുന്നില്ല. അല്ല, ചുരുക്കി പറഞ്ഞാലേ സാർ, ഞാൻ എൻ്റെ ഒരു സംശയം ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ടെ. സാർ ഇപ്പോൾ പറഞ്ഞു വന്നപ്പം ഹിന്ദുമതം എന്ന് പറയുന്നത് ലോകത്തിലെ ആദിമമായ മതങ്ങളിലൊന്നാണ്, ഏറ്റവും പുരാതനമായ മതമാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത് 10,87,00,000 വർഷങ്ങൾക്ക് മുമ്പാണ്, മനുഷ്യവർഷങ്ങൾക്ക് മുമ്പാണ് ഹിന്ദുമതം ആവിർഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ആദിമമായിട്ടുള്ള മതം എന്ന് പറയുന്നത് ഹിന്ദുമതം തന്നെയാണ്. ഹിന്ദുമതം. അപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്നതിനെ ആണ് ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം ആദ്യം മനുഷ്യർക്ക് വേണ്ടി തന്നത്. അതെ. തുടർന്നിട്ടാണ് അതിനാൽ പൂർണ്ണമായും പ്രയോഗത്തിലാകാൻ പറ്റാഞ്ഞിട്ടാണ് മറ്റൊരു മതത്തിലേക്ക് പോയതെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോഴും ആ വഴിയെ മാറിയിട്ടുള്ളത്. മനസ്സിലായി. ഹിന്ദുമതത്തിന് പരബ്രഹ്മം പറഞ്ഞു ഇവരെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പരബ്രഹ്മത്തിന്റെ ശ്രീബുദ്ധനെ അയക്കുകയാണ്. ശ്രീബുദ്ധനെ അയച്ചപ്പോൾ ഈ ത്രിമൂർത്തി പദവിയേക്കാൾ, ഇവർക്കെല്ലാം തലങ്ങളുണ്ട്, ആ ത്രിമൂർത്തി പദവിയേക്കാൾ താഴ്ന്ന ഒരു തലത്തിലാണ് ശ്രീബുദ്ധനെ അയച്ചത്. കാരണം ഈ ആത്മീയത ഇവർ വന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യം ജനങ്ങളുടെ ഭൗതിക തലം പരബ്രഹ്മത്തിനെ അറിയാനുള്ള ഒരു തലത്തിലില്ല. അങ്ങനെ വന്നപ്പോൾ പരബ്രഹ്മത്തിനേക്കാൾ താഴ്ന്ന ഒരു ലെവലിലാണ് ശ്രീബുദ്ധനെ അയക്കുന്നത്. അപ്പോൾ ശ്രീബുദ്ധൻ വന്നിട്ട് പറയുകയാണ് ഹിന്ദുമതത്തിന്റെ സമയം കഴിഞ്ഞു. അങ്ങനെ പറയാനൊക്കൂ. അല്ലാതെ പരബ്രഹ്മത്തിന്റെ സമയം കഴിഞ്ഞു എന്നല്ല പറയുന്നത്. ഹിന്ദുമതത്തിന്റെ സമയം കഴിഞ്ഞു. ഹിന്ദുമതത്തിൽ എന്താണോ ഉദ്ദേശിച്ച് പരബ്രഹ്മം വിട്ടത് ആ കർമ്മം അവർ ചെയ്തെത്തിക്കാത്തത് കൊണ്ട് അതേ കർമ്മം ചെയ്തെത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി എന്നെ ഫോളോ ചെയ്താൽ മതി. അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ പരബ്രഹ്മത്തിലെത്തുന്ന പാതയിലോട്ട് കടക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള ഉയർച്ചയും ഭാഗ്യവും സൗഭാഗ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം വീണ്ടും വരുന്നത്, അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ ആശയം ആദർശം യഥാർത്ഥത്തിൽ കൃത്യമായി മനസ്സിലാകാതെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ ലളിതമായിട്ട് കാര്യങ്ങൾ വിവരിക്കാൻ ബുദ്ധനായി എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ മനസ്സിലായില്ലെന്നല്ല, ആ കാര്യങ്ങൾ പരബ്രഹ്മത്തിൽ എത്തുന്ന രീതിയിലോട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാര്യം ജനങ്ങൾ മുഴുവൻ പൈശാചിയം വായിച്ചു കിടക്കുന്ന ഒരു ജനങ്ങളാണ്.
ആത്മീയത ഉള്ള, ജീവനിൽ ആത്മീയത ഉള്ള എന്ന് പറയുന്ന വളരെ ചെറിയൊരു വിഭാഗം ജനങ്ങൾക്കേ ഉള്ളു. അപ്പോൾ ഇവരെ തിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ എഫേർട്ടാണ്. അത് അവരെ കൊണ്ട് കഴിയാതെ വന്നപ്പോഴാണ് ശ്രീബുദ്ധനെ അയക്കുന്നത്. അപ്പോൾ ശ്രീബുദ്ധൻ ത്രിമൂർത്തികൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്, നിങ്ങൾ അതിനെ വിടൂ. ഈ പുണ്യാത്മാക്കളൊക്കെ എപ്പോഴും പറയുന്നത് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നവർ പറയില്ല. അവർ പറയും, നിങ്ങൾ ഇനി എന്നെ ഫോളോ ചെയ്യൂ, മറ്റേത് ശരിയല്ല എന്ന് വാക്ക് അവർ ഉപയോഗിക്കില്ല. അവർ ഹിന്ദുമതം ശരിയല്ല എന്നല്ല ശ്രീബുദ്ധൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് കുറെ കൂടി നല്ല മാർഗം, പരബ്രഹ്മത്തിലേക്ക് എത്തുന്നതിനുള്ള നല്ല മാർഗം എന്നെ ഫോളോ ചെയ്യലാണ്, എന്നെ പിന്തുടരുക എന്നാണ് ശ്രീബുദ്ധൻ പിന്നീട് പറയുന്നത്. അപ്പൊ പിന്നീട് വരുന്ന ആത്മീയമായിട്ടുള്ള തലത്തിലുള്ള ഈശ്വരന്മാർ എല്ലാവരും ഇതേ മാർഗമാണോ സ്വീകരിക്കാറുള്ളത്? ഈശ്വരന്മാരല്ല, ഈശ്വരൻ എന്ന് പറയുന്ന പദവി ശ്രീബുദ്ധൻ മുകളിലാണ്. അത് നമുക്ക് വേറെ ഒരു എപ്പിസോഡായിട്ട് തന്നെ അവതരിപ്പിക്കാം. അതിൽ താഴ്ന്ന നിന്ന ഒരു തലത്തിൽ പരബ്രഹ്മത്തിലോട്ട്, പരബ്രഹ്മത്തിൻ്റെ അനുവാദത്തോടു കൂടി അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വഴി വന്നാൽ നിങ്ങളുടെ ജീവനിലെ ദോഷങ്ങളും കുറവുകളും ദുഃഖങ്ങളും അസുഖങ്ങളും ഒക്കെ മാറ്റി നിങ്ങൾ പുണ്യപ്പെട്ട് ഭാഗ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സാറ് ആലോചിച്ചോണം, ഭൗതിക സുഖങ്ങളൂടെ അതിനകത്ത് ഇൻക്ലൂസീവാണ്. അതെ അതെ. ഈ ഭൗതിക സുഖങ്ങളെല്ലാം ഈ പുണ്യമുണ്ടെങ്കിലേ നടക്കും. ഈ പുണ്യം തരുന്നത് ദൈവമാണ്. പുണ്യത്തിന്റെ അംശം കൂടിയാലേ ഇത് കിട്ടിയുള്ളൂ. നമുക്ക് പുണ്യത്തിന്റെ അംശം കൂടിയവർക്കാണ് ഇതെല്ലാം ഭാഗ്യം കിട്ടത്തുള്ളൂ. അല്ലാത്തവരിനി എന്ത് ചെയ്താലും അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ പുണ്യഭാവം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇത്തരം ഭാവങ്ങൾ പുഷ്ടിപ്പെട്ടു വരികയുള്ളൂ, പരബ്രഹ്മത്തിലേക്ക് അടുക്കുകയുള്ളൂ. പരബ്രഹ്മത്തിലോട്ട് അടുക്കുകയുമുള്ളൂ. പരബ്രഹ്മത്തിലോട്ട് അടുക്കണമെങ്കിൽ തന്നെ ജീവനിൽ പുണ്യമാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഘടകം. അപ്പൊ ഈ കാര്യം ലളിതമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രീബുദ്ധന് കഴിഞ്ഞു. പക്ഷെ ആ ശ്രീബുദ്ധനും ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പം ശ്രീബുദ്ധന്റെ ഈ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. പരിധി വരെ മാത്രമേ അദ്ദേഹത്തിനും ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് സാർ പറയുന്നത്. അത് തന്നെ. അവ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെല്ലാം നിൽക്കുന്ന ആത്മീയ തലത്തിന്, ആത്മീയതയിൽ ഇവർക്കെല്ലാം ഓരോ തലങ്ങളുണ്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സാർ ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്ലാർക്ക് തൊട്ട് ചെയർമാൻ വരെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാം അധികാര പരിധി ഡിഫറൻ്റ് ആയിരിക്കും. അതെ അതെ. അപ്പോൾ ഇതേപോലെ ശ്രീബുദ്ധൻ്റെ അധികാര പദവിക്ക് കുറവുണ്ട്, ത്രിമൂർത്തികൾക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതിനു മുകളിലോട്ട് ഈശ്വരൻ വരും, ദൈവം വരും, ബ്രഹ്മം വരും, പരബ്രഹ്മം വരും. ഇത് ആരൊക്കെയാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം. വിവിധ തലങ്ങളാണ്. പക്ഷെ ഇവരെല്ലാം ആത്യന്തികമായിട്ട് എയിം ചെയ്യുന്നത് പരബ്രഹ്മത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്, ജനങ്ങളെയും അവിടെ എത്തിക്കുക എന്ന് പറയുന്നതാണ്. ഇവരുടെ എല്ലാം ഈ ദേവീദേവന്മാരുടെയും ശ്രീബുദ്ധന്റെയും ബാക്കി വന്നിരിക്കുന്നവരുടെ എല്ലാം എല്ലാ മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ഇവരുടെ എല്ലാം ദൗത്യം ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളെ അവരുടെ ദോഷം മാറ്റി പുണ്യപ്പെടുത്തി അവർക്ക് നല്ല ഒരു ഭാവി കൊടുത്ത് ഒപ്പം ദൈവത്തിലോട്ട് അടുപ്പിക്കുകയും കൂടെ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ സാറിപ്പോൾ എന്നോട് ഹിന്ദു മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും പറഞ്ഞു. ഇതിൽ രണ്ട് മതങ്ങളിലും രണ്ടു മതത്തിലും ഉള്ള ആചാര്യന്മാർ ചെയ്യുന്നത് ഈ ഇതിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളെ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കർമ്മമാണ് ഇവരെല്ലാവരും ചെയ്യുന്നതെന്ന് സാർ പറഞ്ഞു. എന്നാൽ ലോകത്ത് മറ്റു മതങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ജൂതമതം അല്ലെങ്കിൽ യഹൂദമതം എന്നൊരു മതമുണ്ട്. ഇത് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി, പരബ്രഹ്മവുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുമോ? അതാണ് എൻ്റെ സംശയം. തീർച്ചയായും പരബ്രഹ്മമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞത്. ഈ മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നത് ജനങ്ങളെ ഓരോരോ തലങ്ങളിൽ, ഓരോരോ സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച അനുസരണമായിട്ടാണ് എല്ലാ തലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ഓരോരോ പുണ്യാത്മാക്കളെ ദൈവം ജനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇസ്രയേലിൽ അങ്ങനെ ഒരു ജനങ്ങളെ, അങ്ങനെ ഒരു ദൂതനെ ജനിപ്പിച്ചുകൊണ്ടാണ് ഈ ജൂതമതം എന്നൊരു മതം ആവിർഭവിക്കുന്നത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ഈ ദൈവത്തിനെ വിളിക്കപ്പെടുന്നത് യഹോവ എന്ന പേരിലാണ്. യഹോവ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ ആ മതത്തിനും ആ സ്ഥലങ്ങളുടെ ആചാരങ്ങൾക്ക് അനുസരണമായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി വരാൻ പറ്റിയ പാടാണ്. കാര്യം ഇത് ബുദ്ധിതലത്തിനപ്പുറത്തു നിന്ന് തുടങ്ങുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ജൂതമതം ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങളിതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ പറയുന്ന ദൈവദൂതൻ്റെ അടിയിൽ കൂടെ വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോഴും കാര്യം പഴയതുപോലെ തന്നെയാണ്, എത്തുന്നത് പരബ്രഹ്മത്തിലാണ്.
സ്ഥലം ഒന്ന് മാറിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം സാറ് പറഞ്ഞു ജൂതമതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവർ ആരാധിക്കുന്ന ദൈവം യഹോവയാന്ന് പറയും. അതെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മോശ എന്ന ഒരു പുണ്യാത്മാവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അതാരാണ്? വളരെ ശരിയാണ്. കാര്യം ഈ യഹൂദ മതത്തിൽ കൂടെ പരബ്രഹ്മ ഉദ്ദേശ കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് യഹൂദനായ മോശയിൽ കൂടെ ഇത് നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങിയത് ദൈവം. അപ്പം മോശ വന്നതൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ വളരെ മ്ലേച്ഛമായ ഒരു ആചാരം നയിച്ചു പോരുന്നവരും വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതം നയിച്ചു പോയിരുന്നവരായിട്ടും അവർക്ക് മോശയുടെ ആശയങ്ങൾ എടുക്കാൻ പറ്റാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിരിക്കെ ഞാൻ പോയിട്ട് ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ വാങ്ങി തരാം. ഇത് കേൾക്കുമ്പോഴേ അവർക്ക് ചിരിയാണ് വരുന്നത്. ഇങ്ങനെ ഒരു കൽപ്പന ദൈവം തരുമോ? അപ്പോൾ പറഞ്ഞ കൽപ്പന തരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അദ്ദേഹം പറഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിയും തിരിച്ചു വരുമ്പോൾ. അദ്ദേഹം ഈ പറഞ്ഞ സമയത്ത് തിരിച്ചു വരാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഈ അനുയായികളെല്ലാം കൂടെ പഴയ പൈശാചിക രീതിയിലുള്ള ആരാധന നടത്തി പോവുകയും അദ്ദേഹം ഈ ദൈവകൽപ്പനയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവര് പറഞ്ഞ ഒന്നും അനുസരിക്കാതെ ഈ പൈശാചിക ആരാധനയിൽ പോയി വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഈ ജനങ്ങളെ ശപിക്കുകയാണ്. ശപിച്ചതിന് ശേഷം അദ്ദേഹം ഇവരെ ഇസ്രയേൽ കരയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആക്കി അദ്ദേഹം അങ്ങ് തപസ് ചെയ്ത് ജീവൻ വെടിഞ്ഞങ്ങ് പോവുകയാണ്. അദ്ദേഹം പുണ്യാത്മാവ് ആയതുകൊണ്ട് അദ്ദേഹം എപ്പോഴും വന്നിരിക്കുന്ന തലത്തിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ജനങ്ങൾ ഈ പാപത്തിൽ കടന്ന് ഉഴറി നശിച്ച് എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. ജൂതമതത്തിൽ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് നടക്കാതെ വന്ന ആ സമയത്താണോ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുന്നത്? എൻ്റെ ഒരു സംശയമാണ്. വളരെ കറക്റ്റാണ്. ക്രിസ്ത്യാനിറ്റി ഉണ്ടാകാനുള്ള കാരണം ഈ മോസസ് തുടങ്ങി വെച്ച കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനിറ്റി വന്നത്. ക്രിസ്ത്യാനിറ്റി വന്നപ്പോഴും ഈ ജനങ്ങൾ, പൈശാചികം കൂടിയ ജനങ്ങൾ അദ്ദേഹത്തെ എതിർക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് സംഭവിച്ചു വന്നത്. അദ്ദേഹത്തെ പിടിച്ച് ക്രൂശി തറക്കുകയൊക്കെ യേശുക്രിസ്തുവിന്. അതെ, യേശുക്രിസ്തുവും പറയുന്ന ഇതാണ്. അത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ജീസസ് പോലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അദ്ദേഹം പറയുന്നത്, ഞാൻ പരബ്രഹ്മത്തിൽ നിന്നും ദൂത് കേട്ടിട്ടാണ് നിങ്ങളുടെ ഇത് പറഞ്ഞു തരുന്നത്, അല്ലാതെ നിങ്ങൾ ഇത് എൻ്റെതായിട്ട് എടുക്കണ്ട. ഞാൻ ഈശ്വരന്റെ പ്രതിനിധിയാണെന്നാ പറയുന്നത്. ഈശ്വരന്റെ പ്രതിനിധി, പരബ്രഹ്മത്തിന്റെ പ്രതിനിധിയാണ്. ഈശ്വരന്റെ പ്രതിനിധി അല്ല, ഈശ്വരൻ വേറെയാണ്. പരബ്രഹ്മത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അതെ, ഞാൻ പരബ്രഹ്മത്തിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങളെ വന്നിട്ട് നിങ്ങളെ പരബ്രഹ്മത്തിന്റെ പാതയിലോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഈ ഒരുങ്ങുന്നത്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിനും നിങ്ങളുടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ ഭൂമിയിൽ പൈശാചികത്തിൻ്റെ ശക്തി ഇതിനേക്കാൾ അധികരിച്ച് നിന്നതുകൊണ്ട് ദൈവദൂതനെ എടുക്കാൻ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കഴിഞ്ഞില്ല എന്ന് തന്നെയല്ല, ഈ ജനങ്ങളിൽ പൈശാചികം ബാധിച്ചിട്ട് അവർ അദ്ദേഹത്തിന് ക്രൂശിലടിച്ച് തറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും ഈ പൈശാചിക ശക്തികളുടെ ആധിക്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ യേശുക്രിസ്തു എന്താണോ ഉദ്ദേശിച്ചത് അത് സാധിക്കാതെ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നു. ആ ജീവൻ വെടിയുന്ന സമയത്താണ് ബ്രഹ്മശാപം വീണിട്ട് അവർക്ക് ബ്രഹ്മശാപം വീഴുകയാണ്. കാരണം ദൈവദൂതനെയാണ് ഈ ക്രൂശിൽ അടയ്ക്കുന്നത്. അപ്പോഴാണ് ക്രൂശിൽ കടന്നുകൊണ്ട് ദൈവദൂതൻ പറയുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർക്കറിയില്ല ഇവരെന്താണ് ചെയ്തതെന്ന്, ഇവരെ പിശാച് ബാധിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അങ്ങ് ഇവരെ ശപിക്കരുതേ എന്ന് അവിടെ കുരിശിൽ കടന്നുകൊണ്ടും പരബ്രഹ്മത്തിൻ്റെ ദേഷ്യം കണ്ടുകൊണ്ട് ഈ ദൈവദൂതൻ പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യർക്ക് വേണ്ടിയാണ്. കാര്യം ഇവരിലെല്ലാം അത്രയും കരുണയാണ്. ഇത്രയും ഉപദ്രവിച്ചപ്പോഴും ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കരുത് എന്നാണ് ഈ ദൈവദൂതൻ ക്രൂശിൽ കടന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ മഹത്തായ രീതിയിലുള്ള ചിന്ത, ഈ ദൈവദൂതന്മാരെല്ലാം മഹത്തായ രീതിയിലാണ് സാറേ ചിന്തിക്കുന്നത്. ഇവരാരും ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവർക്കറിയാം ഇവരിത് അറിയാതെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇവരെ ഇങ്ങോട്ട് അയച്ച് പരബ്രഹ്മത്തിന് അത് താങ്ങാൻ പറ്റാതെ വരും. അപ്പം ചെറിയ ഒരു ശാപത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ചെയ്യുന്ന ഈ ജനങ്ങൾ പിന്നീട് കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം സാറിപ്പോൾ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയമായിട്ട് വരുന്നത്, ഇസ്ലാം മതം അന്ന് വളരെ ഇതായിട്ടുള്ളൊരു മതമുണ്ടല്ലോ, ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന പിന്നെ വലിയൊരു മതമാണ് ഇസ്ലാം മതം. അപ്പോൾ ഇസ്ലാം മതത്തിനെ നമുക്ക് ഈ പറയുന്ന പരബ്രഹ്മമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും? ഇതെല്ലാം സാറേ ഈ ദൈവദൂതന്മാരാണ്. ഇസ്ലാമിലെന്താ പറയുന്നത്? അവർ വ്യക്തമായിട്ട് മുഹമ്മദ് നബി പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാ പറയുന്നത്. അതായത് ഒരു ഇലാഹുണ്ട്, അത് പരബ്രഹ്മം. ഒരു പരബ്രഹ്മമുണ്ട്,
ഞാൻ ആ പരബ്രഹ്മത്തിന്റെ ദൂതൻ മാത്രമാണ്, നിങ്ങൾ എന്നെ പോലും ആരാധിക്കരുത്. മൊബൈൽ വളരെ കറക്റ്റായിട്ട് ആ സർവശക്തനെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾ സർവശക്തനെ ആരാധിക്കണം. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വന്ന ഒരാൾ മെസ്സഞ്ചറാണ്. ഈസ് എ മെസ്സഞ്ചർ. കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു മെസ്സഞ്ചറാണ്, ഞാനിത് പറഞ്ഞു തരാനാണ്. എന്നിട്ട് ആ പുണ്യാത്മാവ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കബറിൽ എന്നെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോലും വന്ന് പ്രാർത്ഥിക്കരുത്. കാര്യം ഞാനല്ല ആരാധനക്കാർക്കൻ, പരബ്രഹ്മമാണ്. അങ്ങനെ ആ ശരിയായ പാതയിൽ വന്നതുകൊണ്ടാണ് അവരെന്ന് ലോകം മുഴുവൻ ഏറ്റവും സമ്പന്നതയിലും ഉയർന്ന രീതിയിലും ജീവിച്ചു പോകുന്ന. ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉള്ളൊരു മതമാണ് ഇസ്ലാം മതം. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് തന്നല്ല സാറ്, ഇസ്ലാം മതത്തെ പറ്റി അറിയണമെങ്കിൽ ഇവിടെ നിന്ന് വല്ലാതെ ഈ GCCയിൽ പോകണം. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോകുമ്പോഴാണ് സാറിന് അവരുടെ ആ ഒരു ആരാധന എന്തുമാത്രം ഇതായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. മുഹമ്മദ് നബി തന്നെയും അദ്ദേഹം പറയുന്നതും സർവശക്തൻ ആയ ഒരാളുണ്ട്, അദ്ദേഹത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്നെ അല്ല. അപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ പരബ്രഹ്മമാണ് ആ സർവശക്തൻ നമുക്ക് വിചാരിക്കാം. പരബ്രഹ്മമാണ് സർവശക്തൻ, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ദൂതന്മാർ മാത്രമാണ്. അല്ലാതെ ഇവരാരും വേറെ വേറെ ദൈവത്തിനെ അല്ല വിളിക്കുന്നത്. ദൈവം ഒന്ന് തന്നെയാണ്. ദൈവം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത് ഓരോ സാഹചര്യം അനുസരിച്ച് അവരെ കൊണ്ട് ചെയ്തെത്തിക്കാൻ വയ്യാതെ വന്നപ്പോൾ അടുത്ത ഒരു ദൈവദൂതനെ പരബ്രഹ്മം ഈ കഷ്ടപ്പെടുന്ന ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അയച്ചു. അങ്ങനെയാണ് വ്യത്യസ്തമായ മതങ്ങളായി മാറുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ജൈനമതത്തെ സംബന്ധിച്ച് പറഞ്ഞാലും സിഖ് മതത്തെ സംബന്ധിച്ച് പറഞ്ഞാലോ, സിഖ് മതവും ജൈനമതവും എല്ലാം ഇത് തന്നെയാണ്. പക്ഷെ ഇവർക്കൊക്കെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇവരൊക്കെ ചെറിയ ചെറിയ തലങ്ങളിൽ നിന്ന്, ആത്മീയ തലങ്ങളിൽ, താഴ്ന്ന തലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ ഹിന്ദു മതത്തിൻ്റെ അത്രയും ഒരു ദൈർഘ്യമില്ല. ഇല്ല. സിഖ് മതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിഖ് മതത്തിലും ഒരു ആത്മീയ ആചാര്യനുണ്ട്, ഗുരുവുണ്ടായിരുന്നു. ജൈനമതത്തിലും മഹാവീരൻ എന്നൊരു മഹാവീരൻ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പം സാമാന്യമായി നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു മെസ്സഞ്ചർ എന്ന് നമുക്ക് കരുതാവുന്ന ഒരു പുണ്യാത്മാവിനെ ബേസ് ചെയ്താണ് മിക്കവാറും മതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ പോവുകയുള്ളൂ. പക്ഷേ അവരാരും ദൈവമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവർ ദൈവമല്ലല്ലോ, അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ദൈവമല്ല, ദൈവദൂതനാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് വ്യത്യസ്തമായ മതങ്ങൾ നിലവിലുണ്ട്. ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളുമുണ്ട്. ഇവരോരോരുത്തരും ആ ഒരു വ്യത്യസ്തമായ ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷേ അത് ബുദ്ധിശൂന്യതയാണെന്നാണ് എനിക്കിപ്പോൾ സാർ പറഞ്ഞത് മനസ്സിലാവുന്നത്. വ്യത്യസ്തമായ ദൈവങ്ങൾ എന്ന് ഒരു സങ്കല്പമില്ല. ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് എല്ലാ മതങ്ങളും വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ മതങ്ങളിലും ഒരു മെസ്സഞ്ചർ എന്ന രൂപത്തിൽ ഒരു ദൂതൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാം ഇപ്പം സാറ് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ എല്ലാം സമാനമായ രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണ് സാറേ. അത് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ, അതാത് സ്ഥലങ്ങളിലുള്ള ജനങ്ങളുടെ ഭൗതികതകൾ, അവരുടെ ആചാരങ്ങൾ, അവരനുഷ്ഠിച്ചു പോകുന്ന രീതികൾ, ഇതിനൊക്കെ അനുസരണമായിട്ട് അവിടെ ഒരു പുതിയ ദൂതനെ പ്രവർത്തിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി അനുസരിച്ച് അവിടെ ഒരു ദൂതനെ കൊടുക്കുകയുള്ളൂ. അപ്പൊ അന്നേരം ആ ജനങ്ങളുടെ അറിവ് കുറവുകൊണ്ട് ഈ ദൂതന്മാർ പറയും, നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേക്കൂ, ഇത്രേ പറയൂ. അവരോടൊന്നും വിസ്തരിച്ച് പറയാൻ അവർ നിൽക്കില്ല. അവരോട് പറയും, നിങ്ങൾ ഇത് വിട്ടേക്കൂ, നിങ്ങൾക്ക് ഇനി അതിൽ കൂടെ മോചനമില്ല, നിങ്ങൾ എന്നിൽ കൂടെ വരൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഇനി നിങ്ങൾക്ക് എന്നിൽ കൂടെ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഈ വ്യത്യസ്തമായ മതങ്ങളുടെ ഉത്ഭവവും വ്യത്യസ്തമായ മതങ്ങൾ നിലനിൽക്കുന്നതും സാറി പറഞ്ഞൊരു ഐഡിയയിലാണ്. ഇതാണ് അതിന്റെ സാരാംശം. വ്യത്യസ്തമായ മതങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാ മതങ്ങളും എല്ലാ ഈശ്വരന്മാരും ആത്യന്തികമായി നോക്കിയാൽ പരബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. പരബ്രഹ്മത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. പക്ഷെ നമുക്കതിനുള്ള മിടുക്ക് അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അറിവ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഈശ്വരന്മാരെ ആരാധിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, ജനങ്ങളെ പരബ്രഹ്മത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന, മോക്ഷത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതവും മറ്റു മതത്തേക്കാൾ വലുതെന്നോ ചെറുതെന്നോ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് പറഞ്ഞൂടെ? 100%. അതിപ്പം ഈ കേട്ടിരിക്കുന്ന സാറിന് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, സാറിന് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തിനാണ് വന്നിരിക്കുന്നതെന്നും. ആത്യന്തികമായിട്ട് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കഷ്ടപ്പെടുന്ന ജനങ്ങളെ പുണ്യപ്പെടുത്തി മോക്ഷപ്പെടുത്തി ഭൂമിയിൽ അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ നൽകി മരണപ്പെടുന്നതോടുകൂടി ആ ജീവാത്മാവ് പുണ്യാത്മാവായി മാറുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും അത് തന്നെ ആത്യന്തികമായ ലക്ഷ്യം. ഇതാണ്. അതെന്തുകൊണ്ടാണ്
ഇത് മാറി ഇതെടുക്കുമെന്ന് പറയുന്നു വരുന്നത് ആ മതത്തിൻ്റെ സമയം കഴിയുകയും ഓരോ കാലഘട്ടത്തിൽ കാലഘട്ടം ആ സമയം കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ അടുത്തയിലോട്ട് മാറി പോവുക എന്ന് മാത്രമേ പറയുന്നുള്ളവർ. അവരാരും പറഞ്ഞില്ല ഇവർ ചെയ്യുന്ന മോശമാണ് എന്ന് പറയത്തില്ല. അവർ പറയുന്നത് അതിൻ്റെ സമയം കഴിഞ്ഞു, നിങ്ങൾ ഇനി അത് വിട്ടിട്ട് ഇതിൽ കൂടെ വാ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന സമയമായി. നമ്മൾ ഇന്ന് സംസാരിച്ചത് മതങ്ങളെക്കുറിച്ചാണ്. മതങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ആത്മീയത എന്നതിനുള്ളിലാണ് എല്ലാ മതങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ആത്മീയതയ്ക്കുള്ളിൽ മാത്രമാണ് മതങ്ങൾ, അല്ലാതെ മതങ്ങൾ ആത്മീയതയുടെ മുകളിലല്ല. ഈ കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മതങ്ങളും സൗഹാർദ്ദപരമായി പോകുന്നതിന് ഈ എപ്പിസോഡ് നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യരായി. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി പറയുന്നു. അനിൽകുമാർ സാറിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സാർ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർക്കുണ്ടായിരിക്കുന്ന ആ സ്പർദ്ധയും അതിൻ്റെ സംശയങ്ങളും ഇതോടുകൂടി ദൂരീകരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഈ ഒരു എപ്പിസോഡ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ധരിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.